ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ എല്ലാം തീർക്കാൻ വിചാരിച്ച് 2 കിടിലൻ സംഭവം പറയാൻ പോകും. ഒന്നാമത് നമുക്കറിയാം, മലയാളത്തിലിപ്പോൾ ഒരു സംഭവം വന്നിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം 3യുടെ കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കും. 330 കോടി. ഒന്ന് പറയാനുണ്ട്, ആദ്യം ഒന്ന് അത് കേൾക്കാം. 330 കോടി പറഞ്ഞാൽ മലയാള സിനിമ കിട്ടാത്തതൊന്നുമില്ല. നമുക്കറിയാം, ലോക എന്ന സിനിമ ആ കളക്ഷൻ നേടിയ സിനിമയാണ്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കണം, ലോകയുടെ ആ റിലീസ് ടൈമും ആ ചിത്രത്തിനുള്ള പ്രേക്ഷക പിന്തുണയും ഒരിക്കലും ദൃശ്യം 3 കിട്ടില്ല. ദൃശ്യം 3ക്ക് അത്യാവശ്യം ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഒക്കെ കളക്ഷൻ അത്യാവശ്യം ഇല്ലാന്നല്ല, എന്നാലും ഹൗസ്ഫുള്ളായിട്ട് എല്ലാ തിയേറ്ററും കളിച്ച പടമല്ല. പിന്നെ ഒരുപാട് പ്രേക്ഷകർ സമ്മിശ്ര പ്രതികരണം, അതായത് ദൃശ്യം 1ൻ്റെയും 2ൻ്റെ പോലെ നല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അഭിപ്രായമല്ല വന്നത്, മിക്സഡ് അഭിപ്രായം. പിന്നെ ഈ ഒരു ടൈം പറഞ്ഞാൽ മഴയും കാര്യങ്ങളും അതുപോലെ സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെയാണ്. ഈ ഒരു ടൈമിൽ ഈ 330 കോടി എന്നത്, അതായത് അവർ 2 ദിവസം കൊണ്ട് പറഞ്ഞ കളക്ഷൻ 50 കോടിയാണ്. പിന്നെ കാണുന്നത് 4 ദിവസം കൊണ്ട് 200 കോടിയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, 2 ദിവസം കൊണ്ട് 50 കോടി, പിന്നത്തെ 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ 150 കോടി കിട്ടുക? അതന്നേ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടു. കാരണം 2 ദിവസം കൊണ്ട് 50 കോടി അവർക്ക് കിട്ടി. അതൊരിക്കലും നടന്നിട്ടില്ല, പക്ഷെ എന്നാലും അവർ വിട്ടു. ഓക്കെ. പിന്നെ 4 ദിവസം കൊണ്ട് അവർ 200 കോടി. പൊന്നു സഹോദരങ്ങളെ, ഞങ്ങളൊക്കെ കഴിക്കുന്നത് ചോറാണ്, അല്ല വേറെ ഒന്നുമല്ല. നിങ്ങൾ ആരെ കണ്ണടച്ചിട്ടാണ് ഈ ഇരുട്ടാക്കുന്നത്? അത് ആദ്യം ഒന്ന് പറഞ്ഞാൽ നല്ല. നിങ്ങളൊക്കെ എന്താ വെച്ചാൽ ലാലേട്ടൻ്റെ പടങ്ങൾ 100ഉം 200ഉം കോടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളക്ഷൻ കയറ്റുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഈ സാധാരണ പ്രേക്ഷകനെ പറ്റിക്കുന്ന രീതിയിൽ പോലും ഇപ്പോൾ ഈ 330 കോടി, അതായത് 250 കോടി 200 കോടിയിൽ വെച്ച സംഭവം ഈ സ്കൂൾ തുറന്നു, അതുപോലെ തന്നെ മഴ തുടങ്ങി, പിന്നെ തിയേറ്ററിൽ ആളില്ല, തിയേറ്ററിൽ നിന്നൊക്കെ പാടി തോന്നി. എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ 330 കോടിയും തള്ളാൻ തോന്നിയാണ്? കുഴപ്പമില്ല, ഒരു വെക്കേഷൻ ടൈമിൽ ഫുൾ റിലീസാണ്, നല്ലൊരു ആളുകൾ കയറുന്ന ടൈമാണ്, അതൊക്കെ ഓക്കെയാണ്. എന്നാൽ ഓക്കെ, 330 കോടി നമുക്ക് എങ്ങനെയെങ്കിലും പറയാം. ഇത് തിയേറ്ററിൽ നിന്ന് ഒരുപാട് തിയേറ്ററിന് എടുത്തു പോയി, പ്രേക്ഷകർ ഇപ്പോൾ തിയേറ്ററിൽ വരുന്നില്ല. ഈ പടത്തിൻ്റെ ആ ഫസ്റ്റ് ഒരു 1 വീക്കിൽ തന്നെ അതിൻ്റെ കത്തിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ സമ്മിശ്ര ബദിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചിത്രത്തിന് എങ്ങനെ 330 കോടി? തള്ളി നിങ്ങൾ എങ്ങോട്ടാണ് പോണേ? ആൻ്റണി പെരുമ്പാവൂരും അതുപോലെ തന്നെ ലാലേട്ടനൊക്കെ തള്ളി മറിച്ചിട്ട് എങ്ങോട്ടാണ് നിങ്ങളീ പോകണം? സാധാരണ പ്രേക്ഷകൻ അത്രത്തോളം മണ്ടനല്ല, നിങ്ങളൊന്നും മറക്കാതിരുന്ന തന്നു. എന്തായാലും അതവിടെ കഴിഞ്ഞു. എന്തായാലും ആ ഒരു കാര്യം പറ. പിന്നെ വരാൻ പോകുന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു അടാറ് സംഭവം വരാൻ പോകുക. നമുക്കറിയാം, നിതീഷ് മൂവി വരാൻ പോവുകയാണ്. അത് ഈ മാസം 15-ന് തുടങ്ങാൻ വിചാരിച്ച പടമാണ്. പക്ഷെ മമ്മൂക്ക ഇവിടെ ഇല്ല, അദ്ദേഹം യൂറോപ്പിലാണ്. അപ്പോൾ അവിടുന്ന് വന്ന അദ്ദേഹം നമ്മുടെ ധനുഷിൻ്റെ കൂടെ D55 എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ജൂലൈ 18, 19 ആ ഡേറ്റിൽ മമ്മൂക്ക ആ ചിത്രത്തിൽ അഭിനയിക്കും. എന്തായാലും ഒരു കിടിലൻ സിനിമ തന്നെ ആവും അത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവും ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് നെഗറ്റീവൊക്കെ എനിക്ക് വേണം. ഓക്കെ.